salt and pepper. Bum 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 bum. ഹായ്, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര സെറ്റപ്പിലാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. പൂളിലൊക്കെ കുളിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് ഇത്തിരി ഈ സൺബാത്ത് ചെയ്ത് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം. ഒരു ഗംഭീര സ്ഥലമാണ്, ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. നിങ്ങൾ ഒന്ന് കണ്ണടയ്ക്കാമോ? എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം പ്ലീസ്. ഒന്ന് കണ്ണടയ്ക്കൂ. നിങ്ങളെന്തോ വിചാരിച്ചത്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോൾട്ട് ആൻഡ് പെപ്പറിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനല്ലേ ഞാൻ ഈ ഇറങ്ങിയത് തന്നെ. എൻ്റെ ജോലി അതല്ലേ. അപ്പോൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയണ്ട. ഞാൻ നിൽക്കുന്നത് കാലിക്കറ്റിലാണ്. കാലിക്കറ്റിലുള്ള മാവൂർ റോഡിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് റാവിസ്. അപ്പോൾ ഞാൻ പോയി എന്തൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ഫുഡ് തന്നെ ഉണ്ടാക്കി കാണിക്കണ്ടേ. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ഒന്ന് പോയി കണ്ടുപിടിക്കട്ടെ. വരും, നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും എടുത്ത് ചാടും. ഞാൻ ഒരിക്കൽ കുളിച്ചെന്ന് പറഞ്ഞില്ലേ. അല്ല, നിങ്ങളിത് എൻ്റെ പുറകെ എവിടെ വരിക? നിങ്ങൾ ഇവിടെ കാണാൻ കുറേ കാഴ്ചകളുണ്ട്. നിങ്ങൾ പോയി അതൊക്കെ ഒന്ന് കണ്ടേച്ച് വരും. ഞാൻ ഷെഫിനെ തപ്പാം. ഹായ്, കാഴ്ചകളൊക്കെ എത്ര പെട്ടെന്ന് കണ്ടോ? എന്നാൽ വരൂ, ഒരാളെ കൂടെ കാണാം. ഹലോ സാർ, നമസ്കാരം. ഇതാണ് റാവിസിൻ്റെ GM. സാറിൻ്റെ പേര്? അജിത് നായർ. എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്? ഞാൻ ഈ റാവിസ് കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ രവി പിള്ളെ ചെയർമാൻഷിപ്പായി ഇരിക്കുന്ന RP ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹോസ്പിറ്റാലിറ്റി ഡിവിഷനിൽ വരുന്ന റാവിസ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്, അതിൻ്റെ കീഴിൽ വരുന്ന ഒരു ഹോട്ടലിലാണ് ഇത്. ഇതൊരു ബിസിനസ് ഹോട്ടലാണ്, ബിസിനസ് ക്ലാസ് ഹോട്ടലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാവൂർ റോഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് സിറ്റിയുടെ നടുക്കും ഇവിടെ നിന്ന് എല്ലാം കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കണ്ടംപററി ആയിട്ടുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ഓഫറിങ്സ് കൂടുള്ള ഒരു ലക്സൂറിയസ് ഹോട്ടലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബിസിനസ് ക്ലാസ് എന്ന് പറയുമ്പോൾ റൂംസൊക്കെ ബിസിനസ് ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ? അതോ റൂംസ് നമ്മൾ ശരിക്കും നോർമലി ഏതൊരു ബിസിനസ് ക്ലാസ് ഹോട്ടലും നമ്മൾ ഇതുപോലെ ടവർ ചെയ്യുമ്പോൾ മാക്സിമം റൂംസ് അവിടെ കയറ്റാൻ ശ്രമിക്കും. പക്ഷേ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഓരോ മുറികളും മിനിമം 480 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സാധാരണ വെച്ചാൽ നിങ്ങളിപ്പം മറ്റ് ഹോട്ടൽസ് പോയി നോക്കുകയാണെങ്കിൽ 350 സ്ക്വയർ ഫീറ്റിന് അപ്പുറത്ത് പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഫാമിലിക്ക് ഇത് വലിയ താല്പര്യമുള്ള മുറികളാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ ചോദിക്കണമെന്ന് വിചാരിച്ചത്, നമ്മുടെ ഇങ്ങനത്തെ ഹോട്ടൽസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ സിഗ്നേച്ചർ ഫുഡൊക്കെ ഉണ്ടാവില്ല നമ്മുടെ തന്നെ. ഇവിടെ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ കാലിക്കറ്റ് രീതിയിലുള്ള തന്നെ നമ്മുടെ മലബാറി രീതിയിലുള്ള മലബാറി ബിരിയാണീസ്, പിന്നെ മാപ്പിള ക്യുസീനിൽ വരുന്ന, അതായത് ഈ മാപ്പിള ക്യുസീനിൽ വരുന്ന എല്ലാ ഡിഷസും, ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താ പറയുക, പത്തിരി തൊട്ട് നമ്മുടെ അങ്ങനെ നോമ്പിന് കാണുന്ന എല്ലാ നോമ്പ് തുറക്കുന്ന എല്ലാ വക ഡിഷസും ഇവിടെ പോപ്പുലറാണ്. ഈ സിറിയൻ കാത്തലിക് ഫുഡ്, ലെറ്റ്സ് മീൻ മാങ്ങ ഇട്ടത്, അല്ലെങ്കിൽ മീൻ മുളക് വറ്റിച്ചത്, പിന്നെ ഈ ചിക്കൻ്റെ തന്നെ പല ഡിഷസ്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ട്രൈബൽ ക്യുസീനും ഞങ്ങൾ ഇവിടെ ചെയ്യും. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഷെഫിനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടോ? പോയി അദ്ദേഹത്തെ പോയി കാണാമല്ലോ? കാണാം, വിളിക്കാം. ഓക്കെ, വളരെ സന്തോഷം. നല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ് ക്ലാസ്സിൽ വരുമ്പോൾ ഹോസ്പിറ്റാലിറ്റിയാണ് ഏറ്റവും വലിയ കാര്യം. തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ ഒന്നൊന്നര ഹോസ്പിറ്റാലിറ്റി. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ഷെഫിനെ പോയി കാണാം അല്ലേ? കഴിക്കണ്ടേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കഫേ മാവൂറിലാണ് അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം അല്ലേ, നേരെ റാവീസിലോട്ട് വന്ന് കയറിയിട്ട് കഫേ മാവൂറിലോട്ട് പോയോ? അത് കഫേ മാവൂർ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു റോഡാണ് മാവൂർ റോഡ്. അതായത് മാവൂർ എന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡ്, കോഴിക്കോട് നഗരത്തിൻ്റെ തന്നെ ഒരു ഹൃദയ ഭാഗം എന്ന് പറയാം. മാവൂർ റോഡ് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മാവൂർ റോഡിൽ ആ റോഡിൻ്റെ പേരാണ് നമ്മുടെ കഫേ മാവൂർ എന്ന് പറഞ്ഞ് റാവീസ് കഫേക്ക് ഇട്ടിരിക്കുന്ന പേര്. റാവീസിന്റെ തന്നെ കഫേയുടെ അകത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അതാണ് കഫേ മാവൂർ. അപ്പോൾ ഈ കഫേയിൽ വന്ന് കിടങ്ങിയാൽ ഇനി ഒരുപാട് നേരം വാച പിടിച്ചുകൊണ്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇനി വല്ലതൊക്കെ അന്നവിചാരം മുന്നവിചാരം എന്നാണല്ലോ മലയാളത്തിൽ പറയുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അന്നവിചാരം എന്താണ്? നമുക്ക് മാവൂർ സ്പ്രിംഗ് ചിക്കൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മുടെ റാവീസിന്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോൾ കാണാം. എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടത്? ഇൻഗ്രീഡിയൻസ് നമുക്ക് ബേസിക് ചിക്കൻ ആണ്. ചിക്കൻ ബോൺലെസ് ആണോ? വിത്ത് ബോൺ. വിത്ത് ബോൺ ആണ്. അതിനകത്ത് വരുന്ന കോൺഫ്ലവർ വരുന്നുണ്ട്, ജാതിക്കയുടെ പൊടിയാണ്, വൈറ്റ് പെപ്പർ പൗഡർ, ഇത് ബ്ലാക്ക് പെപ്പർ പൗഡർ, ഇത് വന്നിട്ട് ഫെനൽ പൗഡർ, പെരുംജീരകത്തിന്റെ പൊടിയാണ്, സോൾട്ട്, ലൈം ജ്യൂസ്, ക്യൂമിൻ പൗഡർ, ഇത് വന്നിട്ട് ഗരം മസാല, ഇത് റിഫൈൻഡ് ഫ്ലോർ, മൈദ.
മൈദ ഓക്കെ. ഇത് അതിൻ്റെ അക്കോമ്പനിമെൻ്റ് ആയ സോസാണ്. ഇതെന്ത് കോക്ടെയിൽ സോസാണ്. മയോണൈസ് വിത്ത് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ്. ഇനി നമുക്ക് തുടങ്ങാല്ലേ? ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഇപ്പം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ലൈം ജ്യൂസ് വേണം. ഇതിപ്പോ എത്ര ഗ്രാം കോഴി ഉണ്ടാവും? ഇത് ഒരു ഹോൾ ചിക്കൻ ആണ്, ഗ്രെയിൻ ഫെഡ് ചിക്കൻ ആണ്. ഒരു ഫുൾ ചിക്കൻ ആണ്. ഒരു 8 പീസ് നമ്മൾ 8 പീസ്. ഓക്കെ, അതിലേക്ക് നല്ല സ്ക്യൂസ് ചെയ്ത് വെച്ചാൽ ലെമൺ ജ്യൂസ് അതൊരു 2-3 ടീസ്പൂൺ ഒഴിച്ചു. ബ്ലാക്ക് പെപ്പർ പൗഡർ, പെരിഞ്ജീരക പൊടി, അതും ഒരു കുറച്ച് മതി. നട്ട്മക്ക് വളരെ കുറച്ച് മതി, ഭയങ്കര പഞ്ചന്റ് സ്മെല്ല്. പിന്നെ ഗരം മസാലയും വളരെ കുറച്ചുകൂടെ ഇട്ടു. ക്യൂമിൻ പൗഡർ, ജീരകപ്പൊടി, സോൾട്ട് ആവശ്യത്തിന് സോൾട്ട് ആവശ്യത്തിന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് ശരിക്കും ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ വെച്ചിരുന്നത് നന്നായിട്ട് പിടിക്കും. 2 മണിക്കൂർ വെച്ചിരിക്കണം അല്ലേ? മേ ബി ഫ്രീസറിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ചില്ലറിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ശരിക്കും 2 മണിക്കൂർ റെസ്റ്റ് ചെയ്ത്. അപ്പോൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. 2 മണിക്കൂർ ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം വരും. ഒന്ന് 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ക്രംബ് ചെയ്യാനുള്ള ഇതെടുക്കാം. 6:4 എന്നാണ്. അപ്പോൾ നമ്മൾ 6 ടീസ്പൂൺ ഇത് റിഫൈൻഡ് ഫ്ലോർ മൈദ എടുക്കുകയാണെങ്കിൽ 4 കോൺഫ്ലോർ എടുക്കണം. 4 നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇത് ചേർത്തിട്ട് വീണ്ടും 2 മണിക്കൂർ ഇരിക്കേണ്ടി വരുമോ ഞാൻ? ഇല്ല അല്ലേ, അങ്ങനെയാണെങ്കിൽ വേറെ സ്ഥലം തരണം. ഞാൻ അതിനെ കുറിച്ച് ഫുള്ള് ഞാൻ പഠിക്കും. അപ്പം തന്നെ റെഡിയാവും. നമ്മൾ കുറച്ച് സോൾട്ടും. അപ്പോൾ ഈ 6 അതായത് 6 ടീസ്പൂൺ മൈദയും 4 ടീസ്പൂൺ കോൺഫ്ലവറും പിന്നെ ഉപ്പും ചേർത്ത് പിന്നെ വൈറ്റ് പെപ്പർ പൗഡർ. ഇനി വൈറ്റ് പെപ്പർ അത് നമുക്ക് ഡിപ്പെൻസ് ആകുമ്പോൾ നമ്മളെ എരിവ് അനുസരിച്ചിട്ട് ചെയ്യാം. ഓ ശരി. എരിവ് കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് എരിവ് കുറച്ച് കൂടുതൽ ഇടാം. എരിവ് വേണ്ടാത്തവർക്ക് എരിവ് കുറച്ചിടാം. ഇനി ഇത് ബട്ടർ മിൽക്ക് വേണം അല്ലേ? ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? പാലില് കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കലക്കി എടുക്കണം. അല്ല, തൈര്. അതായത് ഒരു പ്രാവശ്യം അതിലിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ തൈര് നോക്കുക, എന്നിട്ട് വീണ്ടും അത് ഡസ്റ്റ് ചെയ്യുക. അപ്പോഴേക്കും 2 കോട്ടിംഗ് ആയിട്ട് അത് പിടിക്കും. ഓക്കെ, നമ്മൾ മാരിനേഷൻ ക്രംബിങ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ ഇതിൽ വെച്ചാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്രയറിലാണ്. അതെന്താണ് നിങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് ഉണ്ടാക്കിക്കോളും? അല്ല, അത് നമുക്ക് ഇതിൽ നമുക്ക് ഫ്രയർ ഇല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലും ചെയ്യാം. ഇത് വീട്ടിലാണെങ്കിൽ എണ്ണ അതിലിട്ട് മുക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പൊ നമുക്ക് ഈ എക്യുപ്മെന്റിലേക്ക് ഇടുകയാണ്. ഫ്രൈ ചെയ്യാനുള്ള ഈ വലിയ ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. എന്താണ് ഈ മെഷീന്റെ പേര്? ഇതൊരു ഡീപ് ഫ്രയർ. ഇതിലാണ് നമ്മൾ ഫിംഗർ ചിപ്സ് ഒക്കെ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഫ്രൈയിങ് പാനിലേക്ക് നമ്മുടെ ചിക്കൻ ഇറങ്ങി തിളച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്തരം പാനിൽ നല്ല എണ്ണ ഇത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു 13 മിനിറ്റ് എന്തായാലും. ഫസ്റ്റ് 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലോ, ബാക്കി 7 മിനിറ്റ് കേട്ടല്ലോ. ആദ്യം ഒരു 4 മിനിറ്റോളം നല്ല ഫുൾ ഫ്ലെയിമിൽ തീ വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയി തുടങ്ങിയല്ലേ? കളറൊക്കെ വന്നു. ഇനി എന്താ പരിപാടി? നമുക്ക് ഇതിന്റെ അക്കോമ്പനിമെന്റ് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് കൂടെ ഉണ്ടാക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് പൊട്ടറ്റോനെ ഇതെന്തൊക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്? ഇത് ജസ്റ്റ് പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ. പാർബോയിൽഡ് പൊട്ടറ്റോ ഫ്രീസ് ആയിട്ട് നമുക്ക് വരുന്നത് തന്നെ ഇവിടെ. ഓ, അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഗാർണിഷ് ആയിട്ട് നമുക്കൊരു ഷുക്കിനി, അത് കോർഗറ്റ്സ് എന്ന് തന്നെ പറയുന്നത്. ഷുക്കിനി നമ്മൾ അതിനകത്താണ് സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. ഷുക്കിനി ഇത് ഒരു ഇംഗ്ലീഷ് വെജിറ്റബിൾ ആണ്. അതിലേക്കായിട്ട് കുറച്ച് സോൾട്ട് വേണം. സോസ് നമ്മൾ പറഞ്ഞ
പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ്. പറഞ്ഞ cocktail sauce ആണ്. മറന്നുപോയിട്ടില്ലല്ലോ. ജസ്റ്റ് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും സോൾട്ടും. ഇത് നമുക്ക് ജസ്റ്റ് സോൾട്ട് ഒന്ന് ടോസ് ചെയ്യാം. ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് റെഡി? മനസ്സിലാവും. ഇനിയുണ്ട്. ഇതെന്താണ്? ഇത് പാഴ്സലി എന്ന് പറഞ്ഞൊരു ഇതാണ്, ഒരു ഹെർബാണ്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഇനി പിടിച്ചേക്കാൻ വയ്യ. അപ്പൊ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പൊടി പോലും ഉണ്ടാവുന്നില്ല ബാക്കി കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് അതിനു മുമ്പായി ഒന്ന് കാണും. മതി കണ്ടത്. ഇനി ഇതിന്റെ ടേസ്റ്റ്. എന്തായാലും ആദ്യം എല്ലാ പിള്ളേരും ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാം. നോർമലി പിള്ളേരൊക്കെ ആദ്യം ഫ്രഞ്ച് ഫ്രൈ എടുക്കും, സോസ് ചെയ്യും. നിങ്ങൾ പൊളിച്ചെണ്ണ. ഈ സോസ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ താരം. എന്തായിരിക്കും എൻ്റെ ടേസ്റ്റ് അല്ലേ? എല്ലാം എടുത്ത ഒരു ലെഗ് പീസ് തന്നെ എനിക്ക് കിട്ടി. ചേട്ടാ, നിങ്ങളെ റാവീസിന്റെ മസാല കൂട്ടുണ്ടല്ലോ, നിങ്ങളെ ഇൻവെൻഷൻ പൊളിച്ചു. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ ഒന്ന് കഴിക്കണം കേട്ടോ. ഈ ഒരു മസാല ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റുകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് പൊളിച്ചു കളഞ്ഞു. പൊളി. ഇത് ഇത്രയും മനോഹരമായ ഈ മാവൂർ സ്പ്രിംഗ് ചിക്കൻ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് കാണാം. ഒരു എറിക്കാൻ. അപ്പൊ നേരത്തെ നമ്മൾ ഇവിടുത്തെ ഏറ്റവും കിടിലം റാവീസിന്റെ സ്പെഷ്യൽ മാവൂർ സ്പ്രിംഗ് ചിക്കൻ ഗംഭീരമായിട്ട് ആസ്വദിച്ചു. അതിന്റെ ഒരു ടേസ്റ്റ് പോയിട്ടില്ല. ഞാൻ കുറച്ച് പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു വേറൊരു അതിന്റെ കൂടെ കഴിക്കാൻ മറ്റൊരു മെയിൻ കോഴ്സ് കൂടെ ഉണ്ടാക്കി തരാം. ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം. ചിക്കൻ സാൻഡ്വിച്ച്. ഓക്കെ, ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഇനി വരുന്നത് പുൾഡ് ചിക്കൻ സാൻഡ്വിച്ച്. അത് കാണാം എങ്ങനെയാണ് പുൾഡ് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ട്. ഇത് ബ്രെഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എന്തോന്നോ ബാക്കിയൊന്നും ഇത് സാൻഡ്വിച്ച് ബ്രെഡ് ആണ്. നമുക്ക് 2 സ്ലൈസ് ചെയ്യാം. ഓക്കെ, സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ബ്രെഡ്. നമ്മൾ ഇത് വീട്ടില് നമ്മൾ സാധാരണ വാങ്ങുന്ന ബ്രെഡിലും ചെയ്യാൻ പറ്റും. ഓക്കെ, വീട്ടിലുള്ള നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ബ്രെഡ് ഇതൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. ബേക്കറീസിലൊക്കെ പോയി ഇങ്ങനത്തെ ബ്രെഡ് ചോദിച്ചാൽ കിട്ടും. അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത ഓൾറെഡി സ്ലൈസ് ചെയ്ത ബ്രെഡ് വാങ്ങാൻ കിട്ടും. അത് 2 പീസ് എടുക്കുക. പിന്നെ നമുക്ക് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇത് കുക്കുംബർ സ്ലൈസ് ചെയ്ത് വെച്ചാണ്. ടൊമാറ്റോ, ചീസ് ആണ്, ചെഡാർ ചീസ്, സ്ലൈസ് ചീസ് വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇത് ചിക്കൻ ആണ്, പുൾഡ് ചിക്കൻ ആണ്. ഇത് മയോ ബട്ടർ ആണ്. ബട്ടറും മയോണൈസും കൂടി മിക്സ് ചെയ്തതാണ്. ഇത് യൂഷ്വൽ മയോണൈസ് ആണ്. ഇത് ഒനിയൻ പൗഡർ ആണ്. ഒനിയൻ പൗഡർ നമുക്ക് ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചാണ്. ഇത് ഒലിവ് ഓയിലാണ്. ഇത് വന്നിട്ട് ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒനിയൻ ചോപ്പ് ചെയ്തത്, ടൊമാറ്റോ കെച്ചപ്പ്, കാബേജും ക്യാരറ്റും ഫൈനായിട്ട് ജൂലിയനായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് നമ്മുടെ റൊമൈൻ ലെറ്റ്യൂസ് ആണ്. ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ബാർബിക്യൂ സോസിലാണ് ഇത് ചിക്കൻ ചെയ്യുന്നത്. നമുക്കൊരു നമ്മുടെ ഒരു ഓൺ സ്റ്റൈലിൽ നമുക്കൊരു ബാർബിക്യൂ സോസ് റെഡിയാക്കാം. സോസ് ഇപ്പോൾ റെഡിയാക്കും. അത് കണ്ടു വെച്ചോണേ എങ്ങനെയാണ് സോസ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചു, തീ കൊടുത്തു. നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നതിലേക്ക്. ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ. സാധാരണ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. കുറച്ച് ഒലിവ് ഓയിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. അത് കാരണം കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് ഇത് ചോപ്പ് ചെയ്ത ഒനിയൻ. അടുക്കളയിൽ അമ്മയ്ക്ക് ഉണ്ട് കേട്ടോ. കുറച്ച് ചോപ്പ് ചെയ്ത ഒനിയൻ ഇട്ട് ചോപ്പ് ചെയ്ത് അതിലേക്ക് സെയിം കുറച്ച് ഒനിയൻ പൗഡർ. അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു. കെച്ചപ്പ് ഒരു 2 സ്പൂൺ. നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ഷഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ അതിലേക്ക് ഇടാം. നമ്മൾ പുള്ള് ചെയ്ത് വെച്ച ചിക്കൻ അതിനെ അതിലോട്ട് ഇടുകയാണ്.
നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, നന്നായി ചിക്കൻ പുള്ളി ചെയ്തതും കൂടെ ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഓക്കെ, ഇനി എന്താ പരിപാടി? ഇനി നമുക്ക് ബ്രെഡിൻ്റെ അകത്ത് എന്തൊക്കെ സ്റ്റഫ് ചെയ്യുന്നതെന്ന് എടുക്കാം. ഇതാണ് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ്, ഇത് സ്റ്റഫ് ചെയ്യാനുള്ള. ഓക്കെ, നമ്മുടെ പുള്ളി ചിക്കൻ്റെ പുള്ളിങ് സെക്ഷൻ അപ്പുറത്തായി കഴിഞ്ഞു. ഞാനത് ഇപ്പുറത്ത് നിൽക്കാം. സൗകര്യത്തിൽ ചെയ്തു. ഇത് മയോ ബട്ടറാണ്. മയോണൈസും ബട്ടറും കൂടെ മിക്സ് ചെയ്തു. ഹാഫ് ക്വാണ്ടിറ്റി മിക്സ് ചെയ്തതാണ്. നമുക്കിനി ലെറ്റ്യൂസ് വയ്ക്കാം, ലീഫ്. ഇത് കവർ ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ടൊമാറ്റോ തീരെ തിന്നായിട്ടല്ല സ്ലൈസ് ചെയ്ത് വെക്കാം. കുക്കുംബർ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇവിടെ മിക്കവാറും എല്ലാം ഇങ്ങനെ ഹെൽത്തി ഫുഡ് തന്നെയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള. ഇനി നമുക്ക് ഒരാൾ നെക്സ്റ്റ് ചിക്കനാണ്. ഫുൾഡ് ചിക്കൻ. ബിക്കോസ് ഞാനത് ഇതിട്ട് കൈകൊണ്ടാണ് എടുക്കുന്നത്. നമ്മൾ റെഡി ടു ഈറ്റ് ഐറ്റംസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് വിത്ത് ഗ്ലൗസ് ആണ്. ഇത് ചീസാണ്. സ്ലൈസ് ചീസ് നമുക്ക് മാർക്കറ്റിൽ റെഡി വാങ്ങിക്കാൻ കിട്ടും. നമുക്കറിയാലോ ഇത്. നമുക്ക് കവർ ചെയ്യാം. ഇതിൻ്റെ നമ്മൾ മുകളിൽ ഇത് ഗ്രില്ല് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് മയോ ബട്ടർ ഇവിടെയും അപ്ലൈ രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യുന്നത്. മയോണൈസും ബട്ടറും കൂടെ മിക്സ് ചെയ്ത മയോ ബട്ടർ അതാണ് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മേളിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. ഗ്രില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇത് ഗ്രില്ല് ചെയ്യാനുള്ള മെഷീനാണുള്ളത്. നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. വീട്ടിലാണെങ്കിൽ നമുക്കിത് പാനിൽ ചെയ്യാം. പാനിൽ ഗ്രില്ല് ചെയ്ത് പാനിൽ എടുത്ത് വെച്ചിട്ട് എൻ്റെ രണ്ട് സൈഡും മറിച്ചും തിരിച്ചും ചൂടാക്കിയാൽ മതി. ശകലം അതിപ്പോ റെഡി ആയിട്ട് ഇങ്ങ് വരും. കണ്ടോ, രണ്ട് സൈഡും ഒക്കെ ഒന്ന് ഗ്രില്ല് ചെയ്ത് എത്തിയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഡയഗണലായിട്ട് കട്ട് ചെയ്യാം. ക്രസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ ക്രസ്റ്റ് ഒഴിവാക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിവിടെ നിങ്ങളുടെ ഒരു സ്റ്റൈലിൽ മതി. പരിപാടി ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ആണ്. ബാൽസമിക് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു വിനെഗറാണ്. ജസ്റ്റ് ഒരു മൈൽഡ് സ്വീറ്റ് ടേസ്റ്റ് ഉണ്ടാവും. വെച്ച് ജസ്റ്റ് ഒന്ന് ട്രിസിൽ ചെയ്തിട്ട് ഇതിനകത്തൊന്നുമില്ല. നമ്മൾ ക്യാബേജ് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മയോണൈസ് അതിനകത്ത് ഇടുന്നു. നമ്മൾ കോൾസ്ലോ അതിൻ്റെ കൂടെ അക്കമ്പനിമെൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ്യൂസ് ലീഫ് വീണ്ടും ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ലെറ്റ്യൂസിൻ്റെ ഒരു ലീഫ്. ഇതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ആയാൽ ഷുവർ. ഇത് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. റെഡി അല്ലേ? റെഡി. എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നോക്കിയാൽ. ഇതാണ് സ്റ്റാർ ഡിഷുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ. ഇതൊന്ന് കണ്ട് ആസ്വദിക്കൂ. അതിനുശേഷം ഞാൻ തിന്ന് ആസ്വദിക്കുന്നതായിരിക്കും. കണ്ടാസ്വദിച്ചത് മതി. ഇനി നമുക്കിത് ആസ്വദിക്കാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണോ നോക്കട്ടെ. എന്തായാലും ഗംഭീര ടേസ്റ്റ് ആയിരിക്കും. കാരണം ഞാൻ ഒരിക്കൽ പുള്ളിക്കാരൻ്റെ കൈപ്പുണ്യം അറിഞ്ഞതാണ്. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരൻ വല്ലാത്തൊരു കൈപ്പുണ്യം അദ്ദേഹത്തിന്. പിന്നെ ഇത് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇത് കൊള്ളാമെന്നല്ല, കിടിലോൽ കിടിലം. അപ്പോൾ ഈ കിടിലോൽ കിടിലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ അറിയണ്ടേ? റീക്യാപ്പ്. അപ്പൊ ഇന്നത്തെ കിടിലമായ രണ്ട് ഡിഷസ് പരിചയപ്പെടുത്തിയ സന്തോഷത്തോടെ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. ഒന്ന് മാവൂർ സ്പ്രിംഗ് ചിക്കൻ ആൻഡ് ഫുൾ ചിക്കൻ സാൻഡ്വിച്ച്. രണ്ടും കൂടെ ഞാൻ പറഞ്ഞ് തെറ്റിക്കേണ്ടെന്ന് വിചാരിച്ചു. എന്തായിരുന്നാലും ഇന്നത്തെ ഈ കിടിലൻ ഡിഷസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ സന്തോഷത്തോടെ ഒന്നും കൂടെ ഞാൻ ഇറങ്ങി പോവുകയാണ്. അടുത്ത ആഴ്ച സോൾട്ട് ആൻഡ് പെപ്പറിൽ മറ്റു ചില കിടിലങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഒരു ബൈ പറഞ്ഞു. ബൈ.